നമസ്കാരം. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബലക്ഷയം സംബന്ധിച്ച് നിർണായകമാകാവുന്ന ജലത്തിനടിയിലെ ROV അതായത് റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾ പരിശോധന കഴിഞ്ഞ ദിവസം സമാപിച്ചു. അണക്കെട്ട് സംബന്ധിച്ച് പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പരിശോധനയിൽ കണ്ടെത്തിയതെന്നാണ് വിവരം. ഈ മാസം 23-നാണ് വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ അണക്കെട്ടിൽ പരിശോധന ആരംഭിച്ചത്. ഡൽഹിയിലെ സെൻട്രൽ സോയിൽ മെറ്റീരിയൽസ് റിസർച്ച് സ്റ്റേഷനിലെ വിദഗ്ധരായ പി സെന്തിൽ, വിജയ്, ഡോക്ടർ ജാലി ലിംഗ സ്വാമി, ദീപക് കുമാർ ശർമ്മ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. 1200 അടി നീളമുള്ള അണക്കെട്ട് 100 അടി വീതമുള്ള 12 ഭാഗങ്ങളായി തിരിച്ചാണ് ആദ്യഘട്ട പരിശോധന. ഇത് പൂർത്തിയായ ശേഷം 50 അടി വീതമുള്ള ഭാഗങ്ങളായി തിരിച്ച് പരിശോധന നടത്തി. ഒടുവിൽ അണക്കെട്ടിന്റെ മധ്യഭാഗത്ത് 10 അടി വീതമായി ഭാഗിച്ച് ROV ഉപയോഗിച്ച് ചിത്രങ്ങളും ദൃശ്യങ്ങളും ശേഖരിച്ചു. അണക്കെട്ടിൽ നിലവിൽ 132.45 അടി ജലമാണുള്ളത്. അണക്കെട്ട് സന്ദർശനത്തിന് ശേഷം നവംബർ 10-ന് മഥുരയിൽ നടന്ന ഉന്നതാധികാര സമിതി യോഗത്തിലാണ് അണക്കെട്ടിലെ ജലത്തിനടിയിലെ ഭാഗത്ത് പരിശോധന നടത്തുവാൻ തീരുമാനിച്ചത്. 6 ദിവസം നീണ്ട പരിശോധന വിലയിരുത്തുവാൻ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സാങ്കേതിക വിദഗ്ധരും എത്തിയിരുന്നു. പരിശോധനയിൽ കണ്ടെത്തിയ കാര്യങ്ങൾ CSMRS-ലെ സാങ്കേതിക വിദഗ്ധർ വിലയിരുത്തി പിന്നീട് 7-അംഗ ഉന്നതാധികാര സമിതിക്ക് സമർപ്പിക്കും. ഈ റിപ്പോർട്ട് പുറത്തുവന്നാൽ മാത്രമേ അണക്കെട്ടിന്റെ ബലക്ഷയം സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ കഴിയൂ. ഇതിനായി സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് എത്തുന്നതുവരെ കേരളം കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ബന്ധപ്പെട്ടവർ അറിയിക്കുന്നത്. 1895 ഒക്ടോബർ 10-നാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ആദ്യമായി വെള്ളം തുറന്നുവിട്ടത്. കേണൽ ജോൺ പെനിക്വിക് എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയറുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമായി രൂപം കൊണ്ട അണക്കെട്ട് ഇനി ഏറെ വിവാദങ്ങൾക്ക് വഴിതെളിക്കുന്നുണ്ടെങ്കിലും തെക്കൻ തമിഴ്നാടിന്റെ ജലസ്രോതസ്സായി നിലകൊള്ളുകയാണ്. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ വള്ളക്കടവിലാണ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ശർക്കരയും കരിമ്പിനീരും മുട്ടവെള്ളയും ചുണ്ണാമ്പും ചേർത്ത് തയ്യാറാക്കിയ സുർക്കി ചാന്തിൽ കരിങ്കല്ല് കെട്ടി ഉണ്ടാക്കിയതാണ് അടിത്തറ. 152 അടി ഉയരവും 1200 അടി നീളവും പ്രധാന ഡാം, 240 അടി നീളവും 115 അടി ഉയരവുമുള്ള ബേബി ഡാം, 240 അടി നീളവും 20 അടി വീതിയുമുള്ള എർത്ത് ഡാം എന്നിവ ചേർന്നതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. തുടക്കത്തിൽ 152 അടി വെള്ളമാണ് അണക്കെട്ടിൽ സംഭരിച്ചു നിർത്തിയിരുന്നത്. സ്പിൽവേയിൽ 13 ഷട്ടറുകളാണുള്ളത്. ഇവ തുറക്കുമ്പോൾ വെള്ളം പെരിയാർ നദിയിലൂടെ വള്ളക്കടവ്, വണ്ടിപ്പെരിയാർ, മ്ലാമല, ചപ്പാത്ത്, ഉപ്പുതറ, അയ്യൻകോവിൽ വഴി ഇടുക്കി ജലസംഭരണിയിലെത്തും. ഡാം നിർമ്മിച്ചതോടെയാണ് തേക്കടി തടാകമുണ്ടായത്. തേക്കടിയിൽ നിന്ന് 2 കിലോമീറ്റർ നീളമുള്ള തുരങ്കത്തിലൂടെയാണ് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത്. കുളങ്ങളിലും വൈഗ അണക്കെട്ടിലും സംഭരിക്കുന്ന വെള്ളമാണ് തമിഴ്നാട്ടിലെ തേനി, മധുര, ദിണ്ടിഗൽ, രാംനാട്, ശിവഗംഗ എന്നീ ജില്ലകളിലേക്ക് കുടിക്കാനും കൃഷിക്കായും ഉപയോഗിക്കുന്നത്. അണക്കെട്ടിന് ബലക്ഷയം വർദ്ധിച്ചിരിക്കുന്നുവെന്നും ചോർച്ച കാണുവാൻ തുടങ്ങിയെന്നും ജലനിരപ്പ് ഉയരുന്നുവെന്നും ഒക്കെ തുടങ്ങിയ ഭീതിജനകമായ വാർത്തകളൊക്കെ വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ പുറത്തു വന്നുകൊണ്ടിരുന്നതാണ്. പീരുമേട് താലൂക്കിൽ കുമിളി ഗ്രാമപഞ്ചായത്ത് പ്രദേശത്താണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. കേരളത്തിലെ പെരിയാർ വന്യജീവി സങ്കേതം ഈ അണക്കെട്ടിന്റെ ജലസംഭരണിക്ക് ചുറ്റുമാണ് സ്ഥിതി ചെയ്യുന്നത്. കടുത്ത വരൾച്ചയിൽ വലഞ്ഞിരുന്ന തമിഴ്നാട്ടിലെ മധുര, ദിണ്ടിഗൽ, രാമനാഥപുരം എന്നീ പ്രദേശങ്ങളിലേക്ക് പെരിയാറിലെ വെള്ളം എത്തിക്കുവാനായി 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ചതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. ക്യാപ്റ്റൻ ജോൺ പെനിക്വിക് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് ഈ ഒരു ഡാം. 1895 ഒക്ടോബർ 11-ന് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തു. തിരുവിതാംകൂറിന്റെ അധികാര പരിധിയിലുള്ള സ്ഥലത്ത് നിർമ്മിച്ച അണക്കെട്ടിലെ വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുവാൻ തിരുവിതാംകൂറിന്റെ അനുമതി വേണം. അതിനായി 1886 ഒക്ടോബർ 29-ന് ഒരു കരാർ ഒപ്പുവെക്കുകയും അതിന്റെ കാലാവധി 999 വർഷത്തേക്കാക്കുകയുമായിരുന്നു. പിന്നീട് കേരള സംസ്ഥാനം രൂപീകരിച്ചതിനു ശേഷം 1970-ൽ ഈ കരാർ പുതുക്കുകയും മുല്ലപ്പെരിയാറിലെ ജലം ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കാനും തമിഴ്നാടിന് അധികാരം ലഭിക്കുകയും ചെയ്തു. മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ച പെനിക്വിക് അതിന് 50 വർഷത്തെ ആയുസ് മാത്രമാണ് കണക്കാക്കിയത്. ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികൾ ചെയ്ത് തമിഴ്നാട് ഇത് വീണ്ടും ഉയർത്തുവാനുള്ള അനുമതി തേടിയെടുത്തു. അണക്കെട്ടിലെ ജലനിരപ്പാണ് കേരളവും തമിഴ്നാടും തമ്മിൽ തുടരുന്ന ദീർഘകാല തർക്കത്തിന്റെ നിയമയുദ്ധങ്ങളുടെയും ഒക്കെ കാരണം. അണക്കെട്ടിന്റെ സുരക്ഷയെ കരുതി ജലനിരപ്പ് താഴ്ത്തണമെന്ന് കേരളം വാദിക്കുമ്പോൾ അണക്കെട്ട് സുരക്ഷിതമാക്കാൻ വേണ്ടതെല്ലാം തങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും അതുകൊണ്ട് ജലനിരപ്പ് ഉയർത്തണമെന്നുമാണ് തമിഴ്നാട് പറയുന്നത്. 1970-ലെ പുതുക്കിയ കരാറാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടുകളിൽ ഒന്നാണ് മുല്ലപ്പെരിയാർ. കേരളത്തിൽ തന്നെ ഉത്ഭവിച്ച് അവസാനിക്കുന്ന വൃഷ്ടി പ്രദേശമാണ് അണക്കെട്ടിനുള്ളത്. 1895-ൽ നിർമ്മിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ട് 999 വർഷത്തേക്കാണ് തമിഴ്നാട് പാട്ടത്തിനെടുത്തത്. അണക്കെട്ട് നിലനിൽക്കുന്നത് കേരളത്തിന്റെ സ്ഥലത്താണെങ്കിലും അതിന്റെ നിയന്ത്രണം തമിഴ്നാടിനാണ്.
ഒരു അണക്കെട്ടിന്റെ കാലാവധി 60 വർഷമാണെന്നിരിക്കെ 100 വർഷത്തിനു മുകളിൽ പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് അതിന്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ളവർക്കും കേരളത്തിലെ 5 ജില്ലകളിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്നും കേരളം ഉയർത്തുമ്പോൾ ഇതിനെക്കുറിച്ച് നടന്ന ശാസ്ത്രീയ പഠനങ്ങൾ ചൂണ്ടിക്കാണിച്ച് കേരളത്തിന്റെ വാദങ്ങൾക്ക് കഴമ്പില്ലെന്നാണ് തമിഴ്നാട് വാദിക്കുന്നത്. പെരിയാർ പാട്ടക്കരാർ ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുമ്പ് നിലവിൽ വന്നതാണെന്നും ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയപ്പോൾ ബ്രിട്ടീഷുകാരും ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന എല്ലാ ഉടമ്പടികളും കരാറുകളും സ്വമേധയാ റദ്ദാക്കിയെന്ന് കേരളവും സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നു. 2000-ൽ പ്രദേശത്തുണ്ടായ ഭൂമികുലുക്കത്തോടുകൂടിയാണ് കേരളത്തിന്റെ ആശങ്കകൾ വർദ്ധിച്ചത്. അണക്കെട്ട് സുരക്ഷിതമാണെന്ന് തമിഴ്നാട് അവകാശപ്പെടുമ്പോൾ അത് ഭീതിജനകമാണെന്ന് കേരളം പറയുന്നു. സഹായക അണക്കെട്ടായ ബേബി ഡാമും ഭീതിജനകമാണെന്ന് തന്നെയാണ് കേരളത്തിന്റെ വാദം. എന്നാൽ അണക്കെട്ട് 1922-ലും 1965-ലും സിമന്റ് ഉപയോഗിച്ച് ബലപ്പെടുത്തിയെന്നും ഭയപ്പെടാനൊന്നുമില്ലെന്നും തമിഴ്നാടിന്റെ മുഖ്യ എഞ്ചിനീയർ പറയുന്നു. എന്നാൽ സിമന്റ് പഴയ സുർക്കിക്കൂട്ടിൽ വേണ്ടത്ര ചേരില്ലെന്ന് കേരളത്തിലെ വിദഗ്ധരും പറയുന്നു. 1902-ൽ തന്നെ അണക്കെട്ട് നിർമ്മാണത്തിന്റെ പ്രധാന കൂട്ടായ ചുണ്ണാമ്പ് വർഷം 30.48 ടൺ വീതം നഷ്ടപ്പെടുന്നുണ്ടായിരുന്നുവെന്നും ഇപ്പോൾ അത് അനേകം ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ടാകുമെന്നുമാണ് കേരളം വാദിക്കുന്നത്. 1979-81 കാലഘട്ടത്തിൽ നടത്തിയ ബലപ്പെടുത്തൽ അണക്കെട്ടിന് ബലക്ഷയമാണ് വരുത്തിച്ചുവെച്ചതെന്ന് ഇതിനെക്കുറിച്ച് പഠിച്ച എം ശശിധരന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അണക്കെട്ടിന്റെ ചുറ്റളവിൽ റിക്ടർ സ്കെയിലിൽ 4-ന് മുകളിൽ വരുന്ന ഭൂകമ്പങ്ങൾ അണക്കെട്ടിന് ഗുരുതരമായ ഭീഷണിയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. താൽക്കാലിക ബലപ്പെടുത്തൽ ഇനി നിലനിൽക്കില്ലെന്നും മറിച്ച് പുതിയ ഡാം മാത്രമാണ് ഇതിന് പരിഹാരമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2006 നവംബർ 24-ൽ അണക്കെട്ടിന്റെ സുരക്ഷയെ സംബന്ധിച്ച് പഠിക്കുവാൻ നാവികസേനാ വൃന്ദങ്ങൾ എത്തിയെങ്കിലും കേന്ദ്ര നിർദ്ദേശത്തെ തുടർന്ന് അവർ പഠനം നടത്താതെ മടങ്ങിപ്പോവുകയായിരുന്നു. 15 ദശലക്ഷം ഘനയടി ജലമാണ് ഡാമിന്റെ സംഭരണശേഷി. എന്നാൽ കോടതി നിർദ്ദേശപ്രകാരം അനുവദനീയമായ പരമാവധി സംഭരണശേഷി 136 അടിയാണ്. ഇത് 11 ദശലക്ഷം ക്യൂബിക് അടിക്ക് തുല്യമാണ്. എന്നാൽ കനത്ത മഴയെ തുടർന്ന് 2011 നവംബർ 28-ന് രാവിലെ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 136.4 അടി ഉയർന്നിരുന്നു. ഭൂകമ്പത്തെ തുടർന്നോ മറ്റു ഡാം തകരുകയാണെങ്കിൽ 3 മുതൽ 4 മണിക്കൂർ കൊണ്ട് വെള്ളം ഇടുക്കി ഡാമിലേക്ക് എത്തും. ഇടുക്കി ഡാമിന്റെ പരമാവധി സംഭരണശേഷി 74.5 ദശലക്ഷം ഘനയടിയാണ്. എന്നാൽ 70.5 TMC വരെയാണ് സംഭരിക്കാറുള്ളത്. 2011 നവംബർ 28-ലെ കണക്ക് പ്രകാരം നവംബർ 28-ന് ഡാമിലെ ജലനിരപ്പ് 2384.7 അടിയായിരുന്നു. ഡാമിന്റെ സംഭരണശേഷിയുടെ 79.06%മായ 60 ദശലക്ഷം ഘനയടി വെള്ളമാണ് നവംബർ 28-ൽ ഉണ്ടായിരുന്നത്. അതായത് മുല്ലപ്പെരിയാർ ഡാം തകർന്നിരുന്നാൽ ഒഴുകിയെത്താവുന്ന 11.2 ദശലക്ഷം ഘനയടി ജലത്തിൽ 10 ദശലക്ഷം ഘനയടി ജലത്തെയും ഉൾക്കൊള്ളാൻ ഇടുക്കി ഡാമിന് കഴിയും. ഡാം തകർന്നതിനു ശേഷം വെള്ളം ഇടുക്കി ഡാമിലേക്ക് ഒഴുകിയെത്താനെടുക്കുന്ന 3-4 മണിക്കൂറിനുള്ളിൽ ഇടുക്കി ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായുള്ള ചെറുതോണി ഡാമിന്റെ ഷട്ടറുകൾ നിയന്ത്രിതമായി തുറന്നുകൊണ്ട് ഇടുക്കി ഡാമിന്റെ ജലനിരപ്പ് നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിയുമെന്ന്. ചെറുതോണി ഡാമിന് മുകൾ ഭാഗത്ത് 5 പ്രധാന ഷട്ടറുകളും താഴെ 2 ചെറിയ ഷട്ടറുകളുമാണുള്ളത്. ഓരോ പ്രധാന ഷട്ടറുകളിലൂടെ മിനിറ്റിൽ 25,760 ഘനയടി വെള്ളം പുറത്തേക്ക് ഒഴുക്കാനാകും.